പക്ഷേ നിന്റെ ജീവന്റെ പാതിയായി ചേരാൻ കാലം കാത്തുവെച്ചവളാണെങ്കിൽ കാലം എത്ര കഴിഞ്ഞാലും അവൾ നിന്നിലേക്ക് തന്നെ എത്തിച്ചേരും എന്നതാണ് അവനതിന് മറുപടി പറഞ്ഞത്. ശരിയാണ്, അവൻ പറഞ്ഞതൊക്കെയും. അവനോട് തർക്കിച്ചുവെങ്കിലും തൻ്റെ വാദം തെറ്റാണെന്ന് തെളിയിക്കുകയായിരുന്നു അവളെ കണ്ടതു മുതൽ ഇന്നീ നിമിഷം വരെ തൻ്റെ മനസ്സ്. പക്ഷേ അവളുടെ മുഖം കൊടുത്ത് താൻ കണ്ട സ്വപ്നങ്ങളുടെ വർണ്ണങ്ങളിലേക്കെല്ലാം ഇപ്പോൾ ഇരുൾ പടർന്നിരിക്കുന്നു. മീറ്റിംഗ് ക്യാൻസൽ ചെയ്ത് കാറിലേക്ക് കയറി സ്റ്റിയറിങ്ങിൽ തലവെച്ച് അർജുൻ കിടന്നു. അപ്പോഴും അവൻ്റെ കണ്ണുകൾക്കിടയിലൂടെ നീർത്തുള്ളികൾ പൊഴിയുന്നുണ്ടായിരുന്നു. സ്വയം നിയന്ത്രിച്ച് അവൻ വേഗം വീട്ടിലേക്ക് പോവാൻ തീരുമാനിച്ചു. വണ്ടി ഓടിക്കുന്നതിനിടയിൽ പലപ്പോഴും നിയന്ത്രണം നഷ്ടപ്പെട്ടെങ്കിലും അതിനേക്കാൾ തകർന്നുപോയ തൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ പാടുപെടുകയായിരുന്നു അർജുൻ. വീട്ടിലെത്തുക എന്ന ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ അമിത വേഗത്തിൽ തന്നെ വണ്ടി ഓടിച്ചു. വീണ്ടും ഗീതുവിനെയും രാഹുലിനെയും ഒരുമിച്ച് കണ്ട നിമിഷങ്ങളൊക്കെയും കൺമുന്നിൽ തെളിഞ്ഞു വന്നതും കണ്ണുകളെ അവൻ ഇറുക്കി അടച്ചു. കണ്ണു തുറന്നപ്പോൾ വലിയൊരു ശബ്ദത്തോടെ എതിരെ വന്ന ലോറിയുമായി അർജുൻ്റെ വണ്ടി കൂട്ടിയിടിച്ചു. ലോറിയും കാറും കൂട്ടിയിടിച്ച് AVM ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് CEO ആശുപത്രിയിൽ എന്ന ന്യൂസും വേഗം വ്യാപിച്ചു. AVM ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് CEO അർജുൻ അപകടത്തിൽപ്പെട്ടു, ആശുപത്രിയിൽ എന്ന വാർത്ത പടരാൻ അധികം സമയം വേണ്ടി വന്നില്ല. വാർത്തയറിഞ്ഞ ഉടനെ വിശ്വനാഥനും പത്മിനിയും ആശുപത്രിയിലേക്ക് ഓടി. കരഞ്ഞു തളർന്ന പത്മിനിയെ സമാധാനപ്പെടുത്തിക്കൊണ്ട് ഇരുന്നപ്പോഴാണ് കാർത്തിയും അഭിയും കൂടി വിശ്വനാഥൻ്റെ അടുത്തേക്ക് വന്നത്. പത്മിനിയെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ കനലെരിയുന്നുണ്ടെന്ന് അവർക്ക് അറിയാമായിരുന്നു. ഇതുവരെ ഡോക്ടറൊന്നും പറഞ്ഞില്ല. അർജുനെ ഒന്ന് കാണാൻ പോലും സാധിച്ചിട്ടില്ല. സമ്മർദ്ദമേറി ആകെ തകർന്നിരിക്കുകയായിരുന്നു അദ്ദേഹം. അവരെ കണ്ടതും പത്മിനിയെ അവിടെ ഇരുത്തി വിശ്വനാഥൻ അവർക്കടുത്തേക്ക് ചെന്നു. കുറച്ചു മാറി നിന്നു. ഒരു വിതുമ്പലോടെ അദ്ദേഹം അവരെ ചേർത്ത് നിർത്തി തോളിലേക്ക് ചാഞ്ഞു. ബിസിനസ്സിൽ പോലും ആരുടെ മുൻപിലും പതറാതെ തനിക്ക് നേരെ വരുന്ന പ്രതിസന്ധികളെയെല്ലാം ഒറ്റയ്ക്ക് നേരിട്ട് എല്ലാത്തിലും വിജയം നേടിയ എല്ലാ കാര്യങ്ങളെയും ചങ്കുറപ്പോടെ നേരിട്ട് ഉദയസൂര്യനെ പോലെ തിളങ്ങി നിന്ന വിശ്വനാഥൻ എന്ന വലിയ മനുഷ്യനാണ് അവർക്ക് മുന്നിൽ തളർന്നിരിക്കുന്നതെന്ന് അവർക്ക് ഉൾക്കൊള്ളാനായില്ല. ആ നെഞ്ചിലെ ഭാരം ഏറ്റെടുത്തതുപോലെ കാർത്തിയും അഭിയും അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. തൻ്റെ പ്രാണനായ ജീവന്റെ അംശമായ മകൻ എന്താണ് അവൻ്റെ അവസ്ഥ എന്നറിയാതെ അദ്ദേഹം ഇതിനോടകം തളർന്നു പോയിരുന്നു. അഭിയുടെയും കാർത്തിയുടെയും ചേർത്ത് പിടിക്കലും ആശ്വാസവാക്കുകളും ഒരു പരിധിവരെ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ സംഘർഷങ്ങൾക്ക് ആശ്വാസമേകാൻ സഹായിച്ചു. ഒരുവിധം അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു ICUവിൻ്റെ മുന്നിലെത്തിച്ചു. തലയ്ക്ക് സാരമായ പരിക്കു പറ്റിയിട്ടുണ്ടെന്നും ഓപ്പറേഷൻ വേണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കൂ. വേണ്ട പേപ്പേഴ്സിലെല്ലാം സൈൻ ചെയ്ത് കൊടുത്തപ്പോൾ വിശ്വനാഥൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് ഗീതു എത്തിയപ്പോഴേക്കും സന്ധ്യ കഴിഞ്ഞിരുന്നു. കഴിക്കാനായി ജാനകി വിളിച്ചെങ്കിലും വല്ലാതെ ക്ഷീണിച്ച് ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞവൾ റൂമിലേക്ക് പോവാൻ സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയതും AVM ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ CEO അർജുൻ വിശ്വനാഥൻ മരണത്തോട് മല്ലിടിച്ച് സിറ്റി ഹോസ്പിറ്റലിൽ. അപകടനില ഇതുവരെ തരണം ചെയ്തിട്ടില്ല. TV-യിൽ നിന്നും എത്തിയ ബ്രേക്കിംഗ് ന്യൂസിൻ്റെ ശബ്ദം ഒരു മിന്നൽ പിണർ സൃഷ്ടിച്ചുകൊണ്ട് അവളുടെ കാതുകളിൽ അലയടിച്ചു. ഒരു നിമിഷം ആ കേട്ടത് സത്യമാവരുതേ എന്ന പ്രാർത്ഥനയോടെ അവൾ തിരിഞ്ഞു നോക്കി. ലോറിയുമായി കൂട്ടിയിടിച്ച വണ്ടിയിൽ നിന്നും രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അർജുനെ ആരൊക്കെയോ ചേർന്ന് ആംബുലൻസിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളും കൂടി കണ്ടപ്പോൾ ഹൃദയം നിലച്ചു പോകുന്നത് പോലെ തോന്നി. ഗീതുവിന് ശരീരം തളർന്നു പോകുമെന്ന് തോന്നിയ നിമിഷത്തിൽ കൈവരിയിൽ മുറുക്ക പിടിച്ചു നിന്നവൾ ഒരുവിധം കണ്ണുനീർ അടക്കി പിടിച്ച് ഗീതു ഓടി മുറിയിലേക്ക് കയറി വാതിലടച്ചു. ഉടനെ ഫോൺ എടുത്ത് അവൾ കാർത്തിയെ വിളിച്ചു. ഹലോ കാർത്തിയേട്ടാ, ഞാൻ ഗീതുവാ. ഞാൻ TV-യിൽ അർജുനെക്കുറിച്ച് അറിയാൻ വിളിച്ചതാണെന്ന് അവന് മനസ്സിലായി. എന്നാൽ അവൾ പറയുന്ന വാക്കുകൾ അത്രയും മുറിഞ്ഞു പോകുന്നതും ശബ്ദമിടറുന്നതും ചെറിയ ഏങ്ങലടികൾ ഉയരുന്നതും കാർത്തി കേട്ടിരുന്നു. തലയ്ക്ക് പരിക്കൊട്ട് ഗീതു. ഓപ്പറേഷൻ നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടനെ അത് ചെയ്യും. അവനൊന്നും സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അത്രയും പറയാനേ കാർത്തിക്കും കഴിഞ്ഞുള്ളൂ. അവൻ്റെ കരച്ചിൽ പുറത്തു വരാതിരിക്കാൻ അവൻ ശ്രമിച്ചു. നീ പേടിക്കണ്ട, ഞാൻ നാളെ രാവിലെ വിളിച്ചോളാം എന്ന് പറഞ്ഞവൻ ഫോൺ വെച്ചു. ഭിത്തിയിൽ കൈ ചേർത്ത് വെച്ച് തല ചായ്ച്ച് നിന്നവൻ കരഞ്ഞു. തോളിൽ ഒരു കരസ്പർശം അറിഞ്ഞതും അവൻ തിരിഞ്ഞു നോക്കി. നിറകണ്ണുകളോടെ അവനെ നോക്കുന്ന അഭിയെ കണ്ടതും അവൻ ആ തോളിലേക്ക് ചാഞ്ഞു. കരയാതടാ, നമ്മുടെ അർജുൻ ഒന്നും സംഭവിക്കില്ല. അവൻ നമുക്കിടയിലേക്ക് തിരിച്ചു വരും. നീ ഇങ്ങനെ തളരാതെ. അഭി അവൻ്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. പറ്റുന്നില്ലടാ, പണ്ടൊരിക്കൽ ഇതുപോലെ അവൻ്റെ ജീവന് വേണ്ടി നമ്മൾ നീ ഓർക്കുന്നില്ലേ? അവിടെ നിന്നും തിരിച്ചു കൊണ്ടുവന്നതല്ലേ നമ്മൾ അവനെ. ഇപ്പോൾ ദേ വീണ്ടും. കാർത്തി, നീ അങ്ങോട്ട് നോക്ക്.
ഇതുവരെ ആരുടെ മുന്നിലും തലകുനിക്കാത്ത മംഗലത്തെ വിശ്വനാഥൻ എന്ന മനുഷ്യനെ നീ കണ്ടോ? എന്തു പറഞ്ഞാലും ആ മനസ്സും തണുക്കുന്നത്. എന്തു പറഞ്ഞ് നമ്മൾ എന്ത് ആശ്വസിപ്പിക്കും? പത്മിനിയമ്മയെ നീ കണ്ടില്ലേ? അർജുനും അച്ഛനും മാത്രമാണ് ആ അമ്മയുടെ ലോകം. സ്വന്തം മകൻ്റെ ജീവന് വേണ്ടി സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മ. ഇപ്പോൾ അവരെ സമാധാനിപ്പിക്കണം നമ്മളല്ലേ? കാർത്തി അഭിയുടെ വാക്കുകൾ കേട്ട് കണ്ണുനീർ തുടച്ചു. തളർന്നിരിക്കുന്ന അവർക്കരികിലേക്ക് ചെന്നു. പത്മിനിയെ ചേർത്ത് പിടിച്ചു. അഭി വിശ്വനാഥനെയും ആ അമ്മയും അച്ഛനും അങ്ങനെയൊരു ചേർത്ത് നിർത്തൽ ആ സമയം ആഗ്രഹിച്ചിരുന്നു. രക്തബന്ധങ്ങളിലും അപ്പുറം നിൽക്കുന്ന ചില സ്നേഹബന്ധങ്ങളുടെ കരുതലോടെയുള്ള ചേർത്ത് പിടിക്കൽ, മകന് തുല്യമായി സ്നേഹിച്ച അവരുടെ സാന്നിധ്യം അവരുടെ മനസ്സിൽ ഒരു സാന്ത്വനമായി മാറി. ഈ സമയം കാർത്തിയുടെ വാക്കുകൾ കൂരമ്പുകൾ പോലെ തൻ്റെ ഹൃദയത്തിലേക്ക് തറച്ചത് ഗീതു അറിഞ്ഞു. ഒഴുകാൻ വെമ്പിയ അടക്കിപ്പിടിച്ചു വെച്ച കണ്ണുനീർ പുഴ ഒഴുക്കി അവൾ കട്ടിലേക്ക് വീണു. ഉള്ളിൽ അർജുനോട് ഇതുവരെ തോന്നിയിരുന്ന ദേഷ്യവും അവൻ്റെ അടുത്ത് കാണിച്ച വാശിയും എല്ലാം അതിൽ അലിഞ്ഞില്ലാതെയായി. കണ്ണുനീർ കവിളുകളെ ചുംബിച്ചൊഴുകിക്കൊണ്ടേയിരുന്നു. കണ്ണുനീരിനാൽ തലയിണ നനഞ്ഞു കുതിർന്നപ്പോൾ അവളുടെ ഉള്ളിൽ അവനോടുള്ള നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ തെളിവാണ് ഈ കണ്ണുനീരെന്നറിയാതെ ഏങ്ങളടിച്ചു കരഞ്ഞു കരഞ്ഞ് അവൾ എപ്പോഴോ തളർന്നുറങ്ങി. വീണ്ടും മണിക്കൂറുകൾ നീണ്ട പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനോടും ഡോക്ടർ പുറത്തു വന്നു. പേടിക്കണ്ട, കാര്യമായിട്ടൊന്നുമില്ല. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. ഓപ്പറേഷൻ സക്സസ് ആണ്. ബോധം തെളിഞ്ഞു കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ലെങ്കിൽ റൂമിലേക്ക് മാറ്റാം. ഡോക്ടർ പറഞ്ഞ് അവസാനിപ്പിച്ചതും കൈകൂപ്പി കണ്ണുനീരിനിടയിലും ഒരു നനുത്ത പുഞ്ചിരി വിശ്വനാഥൻ അദ്ദേഹത്തിന് സമ്മാനിച്ചു. ഡോക്ടർ ആ കൈകളെ ചേർത്ത് പിടിച്ച് തോളിൽ തട്ടി വിശ്വനാഥനെ ആശ്വസിപ്പിച്ചു. കുറച്ചു മണിക്കൂറിനുള്ളിൽ ബോധം തെളിയും. അപ്പോൾ കയറി കാണാമെന്നും റൂമിലേക്ക് മാറ്റാമെന്നും പറഞ്ഞ് അദ്ദേഹം പോയി. രാവിലെ കണ്ണു തുറക്കാൻ ഗീതുവിന് ഏറെ പ്രയാസം തോന്നി. തലയ്ക്കെന്തോ ഭാരം പോലെ. ഇന്നലെ നടന്ന സംഭവങ്ങൾ ഓരോന്നും അവളുടെ മനസ്സിലേക്ക് വന്നു. അവൾ വേഗം ഫോൺ എടുത്ത് കാർത്തിയെ വിളിച്ചു. പക്ഷെ ഫോൺ എടുത്തില്ല. ഇനി അർജുനെ കാണാതെ ഒരു നിമിഷം പോലും തനിക്ക് കഴിയില്ല എന്ന് തോന്നിയതും മഞ്ജുവിനെയും അനുവിനെയും വിളിച്ചവൾ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. വേഗം കുളിച്ച് റെഡിയായി നേരെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അർജുൻ ഇടയ്ക്ക് കണ്ണു തുറന്നപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സെഡേഷൻ കാരണമുള്ള മയക്കത്തിലാണ്. അത് കഴിഞ്ഞ് ബോധം തെളിയുമ്പോൾ റൂമിലേക്ക് മാറ്റാമെന്ന് നേഴ്സ് വന്ന് പറഞ്ഞിരുന്നു. അർജുൻ കണ്ണു തുറക്കുമ്പോഴേക്കും എത്തിയാൽ മതിയെന്ന് പറഞ്ഞ് പത്നിയെയും വിശ്വനാഥിനെയും ഫ്രഷ് ആവാനായി നിർബന്ധിച്ച് വീട്ടിലേക്ക് അവർ പറഞ്ഞയച്ചു. കാർത്തിയും അഭിയും ആശുപത്രിയിൽ തന്നെ നിന്നു. അകലെ നിന്ന് തന്നെ കാർത്തി കണ്ടു ഓടി അവർക്കടുത്തേക്ക് വരുന്ന ഗീതുവിനെ. ഒരു നിമിഷം അവളുടെ അവസ്ഥ അവനിൽ നോവുണർത്തിയെങ്കിലും അർജുന് അവളോടൊന്നു തോന്നുന്ന ആ ഇഷ്ടം അതേ അളവിൽ അവൾക്ക് തിരിച്ചുമുണ്ട് എന്ന് അവന് വ്യക്തമായി. ഒരേ സമയം സന്തോഷവും സങ്കടവും കൊണ്ട് അവൻ്റെ മനസ്സ് നിറഞ്ഞു. ഇന്ന് മനഃപൂർവ്വം അവളുടെ കോള് കണ്ടിട്ടും ഫോൺ എടുക്കാതിരുന്നത് വളരെ നന്നായി എന്ന് അവൻ ഓർത്തു. ഇവിടെ എത്തുമോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാനായിരുന്നു അങ്ങനെയൊരു നീക്കം. അർജുനെ ഒരു നോക്ക് കാണാനായി ഗീതുവിൻ്റെ ഹൃദയം പിടച്ചുകൊണ്ടേയിരുന്നു. കണ്ണുകൾ ചുറ്റും പായിച്ചു. അവൾ ഇടയ്ക്കിടയ്ക്ക് ആദിയോടെ ഐസിയുവിൻ്റെ വാതിൽക്കലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അപകടനില തരണം ചെയ്തു എന്നറിഞ്ഞപ്പോൾ മുതൽ കാർത്തിയുടെ നഷ്ടപ്പെട്ട ഊർജം തിരിച്ചു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഗീതുവിൻ്റെ ഓരോ പ്രവൃത്തിയും കണ്ട് അവൻ ഉള്ളിൽ ചിരിച്ചുകൊണ്ടിരുന്നു. ഉടനെ ഒരു നേഴ്സ് വന്ന് അർജുനെ മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അനുവിനെയും മഞ്ജുവിനെയും അഭിയോടൊപ്പം പറഞ്ഞയച്ച് കാർത്തി ഗീതുവിൻ്റെ അടുത്തേക്ക് നടന്നു. പേടിക്കാനൊന്നുമില്ല ഗീതുട്ടി, അവൻ ഓക്കെയാണ്. നീ ഇങ്ങനെ വെപ്രാളപ്പെടാതെ. അത് കേട്ടപ്പോൾ തെല്ലൊരാശ്വാസം ഗീതുവിന് തോന്നി. ഓ പിന്നെ കാർത്തിയേട്ടനത് പറഞ്ഞാൽ മതി. നേരി കാണാതെ എനിക്ക് സമാധാനം കിട്ടില്ല. അത്രയും പറഞ്ഞതും ഗീതു അബദ്ധം പറ്റിയത് മനസ്സിലാക്കി നാവ് കടിച്ചു. പക്ഷെ ഉടനെ തന്നെ അവളത് വിദഗ്ധമായി മറച്ചു. പക്ഷേ കാർത്തി അത് കണ്ടിരുന്നു. നിനക്കെന്താ ഇപ്പം സമാധാനക്കേട്? നിങ്ങൾ നേർക്കുനേർ കണ്ടാൽ കീരിയും പാമ്പും അല്ലേ? സമാധാനമില്ലെന്ന് പറയുന്നത് കേട്ടാൽ തോന്നും നിന്റെ കാമുകനാണ് അകത്ത് കിടക്കുന്നതെന്ന് കാർത്തി ചോദിച്ചു നിർത്തിയതും എന്തു പറയണമെന്നറിയാതെ അവൾ ഉഴറി. ഓ അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ആ കാട്ടാളം മുറിവും വെച്ച് കെട്ടിക്കിടക്കുന്ന കിടപ്പ് കാണാനുള്ള കൊതി കൊണ്ടാണ് ഞാൻ വെപ്രാളം കാണിക്കുന്നത്, അല്ലാതെ എൻ്റെ കാമുകനായിട്ടൊന്നുമല്ല. ഒരു വിധത്തിൽ എന്തോ ഗീതു പറഞ്ഞൊപ്പിച്ചു. ഓ അങ്ങനെ, അതെനിക്ക് മനസ്സിലായതേയില്ല. ആ അതാണ്, അങ്ങനെ ആർക്കും എന്നെ പെട്ടെന്ന് മനസ്സിലാവില്ല, അതാണ് ഞാൻ. ഊവേ കാർത്തി അവളെ നോക്കി പറഞ്ഞ് മുറിയിലേക്ക് പോയി. അവളുടെ സങ്കടം മാറ്റാനാണ് അവൻ പറഞ്ഞതെങ്കിലും അവൾ പിടിതരുന്നില്ല എന്നത് അവനെ കുഴപ്പത്തിലാക്കി. ദൈവമേ, ഈ രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിലുള്ളത് പുറത്തു കൊണ്ടുവരാൻ ഞാൻ പാടുപെടേണ്ടി വരും. എന്തേലും ഒരു വഴി കാണിച്ചു തരണേ. അങ്ങനെയല്ല ഓക്കെ ആക്കി തന്നാ ഞാൻ നന്നായിക്കൊള്ളാമേ. കാർത്തി മുകളിലോട്ട് നോക്കി ആരോടൊന്നില്ലാതെ പറഞ്ഞു.
നീ നന്നാവാനോ? നടത്തിത്തരാൻ പറ്റുന്ന വല്ല വാഗ്ദാനങ്ങളും പറയടാ. ദൈവം തിരിച്ചു ചോദിക്കുന്നതായി കാർത്തിക്ക് തോന്നി. വന്നു വന്ന് ദൈവം വരെ എനിക്കിട്ട് പണിയുവാണല്ലോ. അവൻ ആത്മകഥം പറഞ്ഞ് ഗീതുവിന് മുന്നിൽ കയറി നടന്നു. മരുന്നിന്റെ ക്ഷീണം കാരണം അർജുൻ നല്ല മയക്കത്തിലായിരുന്നു. അർജുൻ, അഭി പതിയെ അവനരികിൽ ചെന്ന് വിളിച്ചു. മെല്ലെ അർജുൻ അവൻ്റെ കണ്ണുകൾ തുറന്നു. അപ്പോൾ തന്നെ കാർത്തിയും അകത്തേക്ക് വന്നു. അവനെ തന്നെ നോക്കി നിൽക്കുന്ന അഭിയെയും കാർത്തിയെയും കണ്ടപ്പോൾ അവൻ അവർക്കായി ഒരു ചിരി സമ്മാനിച്ചു. ആകെ തളർന്നിരിക്കുകയാണ് രണ്ടുപേരും. ഡ്രസ്സൊക്കെ മുഷിഞ്ഞ് രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇവിടെ നിന്നുകൊണ്ടാവും എന്നവൻ മനസ്സിലായി. മരുന്നിൻ്റെ കാഠിന്യവും വേദനയും കാരണവും അർജുൻ്റെ മുഖവും ആകെ ക്ഷീണിച്ചിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടങ്ങൾ മാത്രം സമ്മാനിച്ച് അവരങ്ങനെ നിന്നു. അവിടെ ആകെ നിശബ്ദത തളം കെട്ടി. വാക്കുകൾക്ക് സ്ഥാനമില്ലാത്തതുപോലെ. ഡാ അഭി, കണ്ടില്ലേ നമ്മുടെ മസിൽമൻ പഞ്ചറായി കിടക്കുന്നത്? എന്തോരം പ്രോട്ടീൻ പൗഡറും കുത്തിക്കയറ്റി ജിമ്മിൽ സ്ഥിരവാസം കിടന്നുണ്ടാക്കിയ ബോഡിയാ. പക്ഷെ ഇപ്പൊ കിടക്കുന്ന കടപ്പ് കണ്ടില്ലേ, റോഡ് ലോറർ കയറി ഇറങ്ങിയതുപോലെ. അന്തരീക്ഷമൊന്ന് മാറ്റാനായി കാർത്തി പറഞ്ഞു. ഡാ വേണ്ട വേണ്ട, കിടന്ന കടപ്പിലായി പോയി. ഇവിടെ ഒന്നൊന്ന് എണ്ണിക്കട്ടെ, നിനക്കിട്ടൊക്കെയുള്ള ഞാൻ തരുന്നുണ്ട്. ഓ, പറയുന്നത് കേട്ടതൊന്നും നമ്മൾ കാരണം നിനക്ക് ആക്സിഡന്റ് ഉണ്ടായിരുന്നു. എവിടെ നോക്കിയടാ കോപ്പെ വണ്ടി ഓടിക്കുന്നത്? ആ ലോറിയിലുള്ളവരും പറഞ്ഞത് നിയന്ത്രണം വിട്ട് അങ്ങോട്ട് ചെന്നിടിച്ചെന്നാ. വിദേശത്തു കൂടി നീ പറത്തുന്ന പോലൊന്നും ഇവിടുത്തെ റോഡിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല. കാർത്തി വീണ്ടും ചൂടായി. അവൻ്റെ സങ്കടം അവിടെ അവൻ പറഞ്ഞു തീർക്കുന്നെന്ന് അറിയാവുന്നതുകൊണ്ട് അർജുൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. മതിയടാ, നിർത്ത്. അവനെ നീ ഇപ്പോഴേ കൊല്ലാക്കൊല ചെയ്യാതെ. അവൻ പഞ്ചറായി കിടക്കുമല്ലേ, നോക്കയാവട്ടെ, എന്നിട്ട് നമുക്ക് അവനിട്ടുള്ളൂ കൊടുക്കാം. അഭി പറഞ്ഞതും അർജുൻ അവനെയും നോക്കി കണ്ണുരുട്ടി. അപ്പോഴാണ് ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അനുവിനെയും മഞ്ജുവിനെയും അർജുൻ ശ്രദ്ധിക്കുന്നത്. അവരെ നോക്കി അവൻ ചിരിച്ചു. എങ്ങനെയുണ്ടെന്ന് മഞ്ജുവും ചോദിച്ചു. കാർത്തി തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഗീതുവില്ല. അവൻ പതിയെ എഴുന്നേറ്റ് ചെന്നപ്പോഴേക്കും കണ്ടു വാതിലിൻ്റെ മറവിൽ നിൽക്കുന്ന ഗീതുവിനെ. അവൻ അവളുടെ കൈക്ക് പിടിച്ച് അകത്തേക്ക് കൊണ്ടുവന്നു. വേദനയുണ്ടോടാ? ഏയ്, തീരെയില്ലടാ. ഇനി എത്ര ദിവസം ഈ കിടപ്പീട് കിടക്കേണ്ടി വരുടാ? ഡോക്ടറിനോട് ചോദിക്കാംടാ. വിഷമിക്കാതെ, അച്ഛനും അമ്മയും ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഫ്രഷായി വരാൻ വേണ്ടി പറഞ്ഞു വെച്ചേക്കുക. നിന്റെ കാറിൻ്റെ അവസ്ഥ കണ്ട ജീവൻ തിരിച്ചു കെട്ടിന്ന് പറയില്ല. തകർന്ന് തരിപ്പണമായി. അഭി പറഞ്ഞതും അർജുനൊരു ദീർഘശ്വാസമെടുത്ത് എന്നിട്ട് മഞ്ജുവിന് നേരെ തിരിഞ്ഞു. നിങ്ങൾ വരേണ്ടിയിരുന്നില്ലല്ലോ. എങ്ങനെ വന്നു? ഇവമാർ കൊണ്ടുവന്നതാണോ? അർജുൻ അവരോടായി ചോദിച്ചു. ഏയ്, ഞങ്ങളതേ ഇവള് കൊണ്ടുവന്നതാ എന്നും പറഞ്ഞ് മഞ്ജു കൈ ചൂണ്ടിയിടത്തേക്ക് നോക്കിയപ്പോൾ അർജുൻ കണ്ടു തല കുനിച്ച് കണ്ണു നിറഞ്ഞു നിൽക്കുന്ന ഗീതുവിനെ. അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കി. ആ കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടതും ഒരു നിമിഷം അവളെ നെഞ്ചോട് ചേർക്കാൻ അവൻ കൊതിച്ചു. പക്ഷേ ആക്സിഡന്റിന് മുൻപ് കണ്ട കാഴ്ച കൺമുന്നിൽ തെളിഞ്ഞതും അവൻ പെട്ടെന്ന് മുഖം തിരിച്ചു. എത്രയൊക്കെ നിയന്ത്രിച്ചിട്ടും തൻ്റേതല്ലെന്നും മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അർജുൻ്റെ നോട്ടം അവളിലേക്ക് പാറി വീണു. അവരുടെ പരാക്രമങ്ങൾ അവർ പോലും അറിയാതെ വീക്ഷിക്കുകയായിരുന്നു കാർത്തി. അപ്പോൾ എന്തൊക്കെയോ പറയാനും ചോദിക്കാനും പരസ്പരം രണ്ടുപേരും ആഗ്രഹിക്കുന്നു എന്ന് തോന്നിയതും അഭിയെയും അനുവിനെയും ക്യാൻറ്റീനിൽ പോകാനായി കാർത്തി പറഞ്ഞു വെച്ചു. മഞ്ജുവിനെയും കൂട്ടി കാർത്തിയും പുറത്തേക്കിറങ്ങി. റൂമിൽ അർജുനും ഗീതുവും മാത്രമായി. എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടെങ്കിലും ഒന്നിനുമാവാതെ ശബ്ദം പുറത്തേക്ക് വരാത്ത പോലൊരവസ്ഥയിലായിരുന്നു. ഗീതു കണ്ണു നിറഞ്ഞ് കരയാനോ മിണ്ടാനോ ആവാതെ നെഞ്ചു വിങ്ങി അവൾ അവിടെ നിന്നു. തൻ്റെ പനി കുറഞ്ഞോ? ഹോസ്പിറ്റലിൽ പോയോ? ഇപ്പം എങ്ങനെയുണ്ട്? നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അർജുൻ ചോദിച്ചു. അത് കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഗീതു പകച്ചു നിന്നു. ഈ അവസ്ഥയിലും തൻ്റെ അസുഖത്തെപ്പറ്റി അവൻ ചോദിച്ച ആ ചോദ്യം മതിയായിരുന്നു ഗീതുവിൻ്റെ ഉള്ളിൽ അവൾ അടക്കി വെച്ചിരുന്നതൊക്കെയും പുറത്തു വരാൻ. ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൾ അർജുനെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഇതുവരെ അടക്കിപ്പിടിച്ചിരുന്ന അനുഭവിച്ച സങ്കടവും ടെൻഷനും അവനോടുള്ള സ്നേഹവും എല്ലാം അവൻ്റെ നെഞ്ചിലേക്ക് അമർന്നു. കണ്ണുനീർ പൊഴിച്ചുകൊണ്ടേയിരുന്നു. ഗീതുവിൻ്റെ വിതുമ്പലുകളും ഏങ്ങലടികളും അർജുൻ്റെ ചെവിയിൽ അലയടിച്ചു. ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ അവൻ പകച്ചുവെങ്കിലും എത്രയൊക്കെ നിയന്ത്രിച്ചിട്ടും ഗീതുവിൻ്റെ കൈകളുടെ മുറുക്കം കൂടുന്നതിനനുസരിച്ച് അവൻ്റെ കൈകളും യാന്ത്രികമായി അവളുടെ ചുറ്റും വലയം തീർത്തു. അവളെ തൻ്റെ കരവലയത്തിനുള്ളിലാക്കി വരിഞ്ഞു മുറുക്കി. അറിയാതെ അർജുൻ്റെ കണ്ണുകളിൽ നിന്നും നീർത്തുള്ളികൾ പൊഴിഞ്ഞു വീണു. അത് ഗീതുവിൻ്റെ പിൻകഴുത്തിലും തോളിലും വീണ് നെഞ്ചിലൊളിച്ചു. ഗീതുവിൻ്റെ കണ്ണുനീരിനാൽ അർജുൻ്റെ നെഞ്ചിൻ്റെ ഭാഗം അത്രയും നനഞ്ഞു കുതിർന്നു. പക്ഷേ അവളുടെ കണ്ണുനീരിൻ്റെ നനവ് അവൻ്റെ നെഞ്ചു നീറ്റിക്കൊണ്ടിരുന്നു. അവരുടെ ലോകം അവരിലേക്ക് മാത്രമായി ചുരുങ്ങിയ നിമിഷം ചുറ്റുമുള്ളതൊന്നും വകവയ്ക്കാതെ പരിസരം പോലും മറന്ന് ഇരുവരും ആ ആലിംഗനത്തിൽ അലിഞ്ഞിരുന്നു.
പക്ഷേ ഈ കാഴ്ച കണ്ടുകൊണ്ട് വാതിൽക്കൽ ഒരാൾ നിന്നു. ഗീതുവിനെ ചുട്ടരിക്കാനുള്ള തീക്കനലൊതുക്കി ജ്വലിക്കുന്ന കണ്ണുകളുമായി.